ഹലോ ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. ഞാൻ കുത്തരി ചോറുണ്ടാക്കുക കേട്ടോ. അത് ഞാൻ കഴുകി അടുപ്പിലിട്ട് ഇപ്പം ഞാൻ തേങ്ങ വറുത്തരക്കും സാമ്പാറിന്. നല്ലോണം തേങ്ങ വറുക്കണം കേട്ടോ. അപ്പം ഞാൻ തേങ്ങ വറുത്ത് കായ്മുളകിട്ട് കറിവേപ്പിലിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് മതി. അതിട്ട് കുറച്ച് ചെറിയ ജീരകവും കുറച്ച് ഉലുവയിട്ട് നന്നായിട്ട് വന്ന് കേട്ടോ തേങ്ങ വെളിച്ചെണ്ണയിൽ. അപ്പോൾ ഞാൻ പരിപ്പ് പരിപ്പ് വേവുമ്പം കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചിയും അത് അരിഞ്ഞിട്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വെച്ച്. അപ്പോൾ കുറച്ച് പച്ചക്കറി നല്ല ചൂടുവെള്ളത്തിൽ കഴുകി എടുത്തതാട്ടോ ഇതെല്ലാം. ഞാൻ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ കാണിക്കുക. നമ്മുടെ കറിവേപ്പില വാടിച്ച് കൊണ്ടുവന്നാൽ ഇങ്ങനെ തണ്ട് കുത്തി ഒരു ബോട്ടിൽ വെള്ളത്തിൽ വെച്ചാൽ നമുക്കൊരു മാസം വരെ എടുക്കാം കേട്ടോ. ഇതിങ്ങനെ വെച്ചാൽ നല്ല ചോറായി കേട്ടോ. ഇത് എൻ്റെ തേങ്ങ വറുത്ത് നല്ലോണം വന്നിട്ടുണ്ട്. കണ്ട അടിപൊളിയായി വന്നില്ലേ തേങ്ങ മേലാന്ന് സാമ്പാർ നന്നാകാൻ. തേങ്ങ നല്ലോണം വറക്കണം. അപ്പം നല്ലോണം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഒഴിച്ച് തേങ്ങ വറുത്തത്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചതാ അരവായി. അപ്പോൾ എൻ്റെ പരിപ്പ് അങ്ങ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റും കുറച്ച് കയ്പക്കയും ഇട്ടതാ. അത് ചെറിങ്ങനെ ഒരു വേവിച്ച് കുറച്ച് പുളി അങ്ങ് ഒഴിച്ച്. ആവശ്യത്തിന് പുളി വേണം, അധികം പുളി വേണ്ട. അപ്പോൾ ഞാൻ നല്ലോണം അരിച്ചെടുത്തിയ പുളി. അപ്പം സാമ്പാറിൽ ഇനി കുറച്ച് സാമ്പാർ പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ചെറുങ്ങനെ വേവിക്കാം. അപ്പോൾ നമ്മൾ ഇത് വെന്ത് വന്ന് കേട്ടോ. ഇനി ഞാൻ വഴുതിരിങ്ങയും മുരിങ്ങ വാളും ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇതുപോലെ തന്നെ കുറച്ച് വെന്തതിന് ശേഷം അത് നല്ലോണം അടിഞ്ഞിക്കില്ല. അത് പച്ചക്കറി അടിയാൻ പാടില്ലല്ലോ. കൂടുതൽ വെന്താൽ സാമ്പാറിന് ടേസ്റ്റ് പോകും. അപ്പോൾ വെണ്ടക്ക ഇട്ട് കൊടുത്തു കേട്ടോ. എൻ്റെ അരവ് ശരിയായി. അരവ് അതിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ സാമ്പാർ വെക്കുമ്പോൾ തേങ്ങ വറുത്തരച്ചാലേ സാമ്പാർ ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ അടിപൊളി സാമ്പാറായി. കഷ്ണങ്ങളൊന്നും വെന്തടിഞ്ഞില്ല. എല്ലാവരും ഇങ്ങനെ ചെയ്യുകയാണേ സാമ്പാർ വെക്കുമ്പോൾ. കുറച്ച് ഉപ്പ് കുറഞ്ഞു പോയി. അത് കുറച്ച് ഉപ്പിട്ട് നല്ല കായപ്പൊടി ഇടുന്നു. ഒരു പകുതി വെല്ലം ഇട്ട് വെല്ലം പകുതി ഇട്ട് കൊടുത്ത് ഞാൻ. അപ്പോൾ നല്ല അടിപൊളി സാമ്പാറായി. കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുക. അടിപൊളി സാമ്പാറായി എൻ്റെ സാമ്പാർ. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വന്ന് സാമ്പാറിൻ്റെ തുടങ്ങി. അപ്പം ഞാൻ അരിഞ്ഞ് വെച്ച കുറച്ച് അവരയുണ്ടായിരുന്നു. അത് ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൽ കുറച്ച് ഉള്ളിയും 2 പച്ചമുളകും കുറച്ച് തേങ്ങയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പേരി ഉണ്ടാക്കി. അപ്പോൾ കുറച്ച് മത്തി കിട്ടീന് എനിക്കിന്ന്. ഞാൻ കുറച്ച് മത്തിക്കറി വെക്കാം. അപ്പോൾ സാമ്പാർ എൻ്റെ ഉമ്മ സാമ്പാർ കൂട്ടൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉമ്മാക്ക് വേണ്ടി മത്തി മേടിച്ചതായിട്ടാ. അപ്പോൾ ഞാൻ മത്തി വരട്ടുന്ന ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ വെളിച്ചെണ്ണയിലിട്ട് വാട്ടിയെടുക്കട്ടോ. നല്ല മത്തിയായിട്ട്. അപ്പോൾ ആവശ്യത്തിന് മുളകിട്ട് നല്ലോണം വരട്ടിയെടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ചൊരു മുളക് കുറച്ച് കുറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കണം മത്തിയിൽ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി ഇളക്കി ഇനി കുറച്ച് ഉലുവ വറുത്ത പൊടി എൻ്റെ അടുത്തുണ്ട്. ആ ഉലുവ വറുത്ത പൊടിയും കുറച്ച് അതിൻ്റെ കൂടെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വരട്ടിയെടുക്കണം ആ മത്തി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പം എൻ്റെ മത്തിക്കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ വെക്കണേ മത്തി കിട്ടിയാൽ. അതാണ്ട് ആ ഉലുവ വറുത്ത. അപ്പം എൻ്റെ കുത്തരി ചോറുമായി, എൻ്റെ സാമ്പാറായി, അവര ഉപ്പേരിയായി, എൻ്റെ ഉമ്മാൻ്റെ മത്തിക്കറിയായി. ഇനി പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഇൻഷാ അല്ലാഹ്. എല്ലാവരും ലൈക്ക് ചെയ്യണേ.